ഹായ് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി കുട്ടനാടൻ സ്പെഷ്യൽ താറാവ് കറി എങ്ങനെയാണ് വെക്കുന്നത് നോക്കിയാലോ. ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തോട്ടൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ടൊരു 2 തക്കോലം, 4 ഏലക്ക, കുറച്ച് കറുകപ്പട്ട, പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരകം. അതൊന്നും ചൂടായി വരുമ്പോഴേക്കും അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ഇടിച്ചത് നല്ലപോലെ ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ ഒരു 3 വലിയ സബോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്നാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സബോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി പൊടി ചേർത്ത് കൊടുക്കാവേ. ആദ്യം മല്ലിപ്പൊടിയാണ്, ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അതെല്ലാം പൊടി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ അതിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച താറാവ് ഇട്ട് കൊടുക്കാവേ. താറാവ് ഞാൻ കുക്കറിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അതൊന്ന് ഇട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ, 2ാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അതെല്ലാം ഒന്ന് മിക്സായി ഒന്ന് പിടിച്ച് വരുമ്പോഴേക്കും 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ കുക്കറിനകത്ത് ഓൾറെഡി വേവിച്ചത് കൊണ്ട് അധികം നേരം ഇട്ടേണ്ട ആവശ്യമില്ല. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ കുക്കറിനകത്ത് നേരത്തെ താറാവ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച സമയത്ത് തന്നെ തേങ്ങാപ്പാൽ കിടന്ന് വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓൾറെഡി കുക്കറിനകത്തിട്ട് അടിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ മേളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി പാലപ്പവും താറാവ് കറിയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.